4 വയസ്സുവരെയും സംസാരിക്കാത്ത, 8 വയസ്സുവരെയും എഴുതാനും വായിക്കാനും അറിയാത്ത, സമൂഹവും കുടുംബവും കഴിവില്ലാത്തവൻ എന്ന മുദ്ര കുത്തിയ ഒരാൾ ജീവിതത്തിൽ എന്തായിത്തീരും? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ വെറുതെ ജീവിച്ച് മരിക്കുമെന്ന് നമ്മളെല്ലാവരും നിസ്സംശയം പറയും. പക്ഷേ ഇതേ സാഹചര്യങ്ങളിൽ വളർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായി എന്ന് കേൾക്കുമ്പോഴോ? അതെ, ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ. അദ്ദേഹത്തിൻ്റെ ആവേശം പകരുന്ന ജീവിതകഥ. 1879 മാർച്ച് 18 ജർമ്മനിയിലെ വുർട്ടൻബർഗിൽ ഹെർമൻ ഐൻസ്റ്റീൻ്റെയും പോളീൻ ഐൻസ്റ്റീൻ്റെയും മകനായാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത്. 4 വയസ്സുവരെയും സംസാരിക്കാതിരുന്ന കൊച്ചു ആൽബർട്ട് എല്ലാവർക്കും മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായി തോന്നി. 7 വയസ്സ് കഴിഞ്ഞിട്ടും എഴുതാനോ വായിക്കാനോ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു മന്ദബുദ്ധിയാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. 10 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു സാധാരണ കുട്ടിയെപ്പോലെ പെരുമാറാത്ത അദ്ദേഹത്തെ സ്കൂൾ അധികൃതരും കൈയൊഴിഞ്ഞു. ഇതേ സമയം ബിസിനസ് തകർന്നതും ജർമ്മൻ രാഷ്ട്രീയവും ഐൻസ്റ്റീൻ കുടുംബത്തെ നിരന്തരമായി പലയിടങ്ങളിൽ കുടിയേറി പാർക്കുന്നതിന് കാരണമാക്കി. ഇതും കൊച്ചു ആൽബർട്ടിനെ തളർത്തിയിരുന്നു. അച്ഛൻ ഹെർമൻ ഐൻസ്റ്റീൻ 12-ാം വയസ്സിൽ ആൽബർട്ടിന് ഒരു ഹോം ട്യൂഷൻ റെഡിയാക്കി. കൊച്ചു ആൽബർട്ടിൻ്റെ പുതിയ അധ്യാപകൻ മാക്സ് ടാർമഡ് മാത്തമാറ്റിക്സിലും ഭൗതികശാസ്ത്രത്തിലും അവനുള്ള കഴിവ് കണ്ട് അമ്പരന്നു. ആ ചെറുപ്രായത്തിൽ തന്നെ അൽജിബ്രയും സങ്കീർണമായ ഗണിതക്രിയകളും ആൽബർട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഗുരുവിൻ്റെ സഹായത്തോടെ കൂടുതൽ വായിക്കുകയും പഠനം നടത്തുകയും ചെയ്ത ആൽബർട്ട് 17-ാം വയസ്സിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പക്ഷേ സൂറിച്ചിലെ സ്വിസ് ഫെഡറൽ പോളിടെക്നിക്കിലേക്ക് പ്രവേശനം നേടാൻ പരീക്ഷ എഴുതിയ ആൽബർട്ട് പരാജയപ്പെട്ടു. രോഗശയ്യയിലായിരുന്ന അച്ഛൻ ഹെർമൻ ഐൻസ്റ്റീനെ മകൻ്റെ തുടർച്ചയായ പരാജയങ്ങൾ വല്ലാതെ തളർത്തിയിരുന്നു. അദ്ദേഹം രോഗശയ്യയിലും എല്ലാവരോടും തൻ്റെ മകൻ ജീവിതത്തിൽ വലിയൊരു പരാജയമാണെന്ന് പറയുന്നതും മുതിർന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ മാനസികമായി വിഷാദത്തിലേക്ക് നയിച്ചു. ഇതിനിടയിൽ ഹിറ്റ്ലറുടെ ജൂതവേട്ട കാരണം മാതൃരാജ്യ പൗരത്വം ഉപേക്ഷിക്കേണ്ട അവസ്ഥയും അദ്ദേഹത്തിനുണ്ടായി. ഫിസിക്സിലും മാത്തമാറ്റിക്സിലുമുള്ള മികവ് കണ്ട് മറ്റൊരു കോളേജിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിച്ചു. കുടുംബവും സമൂഹവും ഒന്നടങ്കം കഴിവില്ലാത്തവൻ എന്ന് വിശ്വസിച്ചപ്പോഴും അയാൾ കഷ്ടപ്പെട്ട് തൻ്റെ പഠനം പൂർത്തിയാക്കി. എന്നാൽ പഠനം കഴിഞ്ഞിറങ്ങിയ ഐൻസ്റ്റീന് കഴിവിനനുസരിച്ച് ഒരു ജോലി കിട്ടിയില്ല. മറ്റൊരു വഴിയുമില്ലാതെ അയാൾ ജീവിക്കുവാനായി ഒരു ഇൻഷുറൻസ് ഏജൻ്റായി ജോലി ആരംഭിച്ചു. 2 വർഷം കഴിഞ്ഞ് മനം മടുത്ത ഐൻസ്റ്റീൻ സ്വീഡിഷ് പേറ്റന്റ് ഓഫീസിൽ അസിസ്റ്റൻ്റായി ജോലി നേടി. തൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ചുറ്റുമുള്ളവരുടെ പരിഹാസ വാക്കുകളിലും പതറാതെ ആ മനുഷ്യൻ വീണ്ടും പഠനങ്ങളിലേക്കും ഗവേഷണങ്ങളിലേക്കും തിരിഞ്ഞു. കുട്ടിക്കാലം മുതലേ ഫിസിക്സിലും മാത്തമാറ്റിക്സിലും മറ്റാർക്കും ജനിക്കാത്ത സംശയങ്ങളുടെ ഉത്തരങ്ങൾ തേടി അയാളുടെ മനസ്സ് ഭ്രാന്തമായി അലഞ്ഞു. എല്ലാ സാഹചര്യങ്ങളെയും തരണം ചെയ്ത വ്യത്യസ്തമായ ആശയങ്ങളും ശാസ്ത്ര നിയമങ്ങളും ഐൻസ്റ്റീൻ ആവിഷ്കരിച്ചു. E=mc², ആപേക്ഷിക സിദ്ധാന്തം, ബ്രൗണിയൻ മോഷൻ തുടങ്ങി അക്കാലമത്രയും നിലനിന്നിരുന്ന സകല ഭൗതിക ശാസ്ത്ര സങ്കല്പ ധാരണകളെയും തൻ്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ അദ്ദേഹം തകർത്തെറിഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ തൻ്റെ സവിശേഷ ബുദ്ധിയിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പല ശാസ്ത്ര തത്വങ്ങളും പിന്നെയും 10 വർഷമെടുത്തു രണ്ടാമതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ. ചുറ്റുമുള്ളവർ പരിഹസിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ പോലും സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത ഐൻസ്റ്റീൻ മനുഷ്യരാശിക്ക് തന്നെ അത്ഭുതവും ആവേശവും വരുത്തി ചരിത്രത്തിൽ ഇന്നും ജീവിക്കുന്നു.